ജെഡി ആരെങ്കിലും വിളിച്ചിരുന്നോ? ഞാൻ വിളിച്ചിരുന്നു. അല്ല, കിരൺ എങ്ങനെയുണ്ട്? റിക്കവർ ആയെന്നാ പറഞ്ഞത്. കുറച്ച് ദിവസം കിടക്കേണ്ടി വരുമോ? ഇല്ല, അപ്പോൾ ഉടനെ ഡിസ്ചാർജ് ചെയ്യോ? മുറിവിന് വലിയ ആഴമില്ല, അതുകൊണ്ട് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താലും മതിയെന്നാ ഡോക്ടർ പറഞ്ഞു. മിക്കവാറും നാളെ ഡിസ്ചാർജ് ആയേക്കും. എന്തായാലും വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമായിപ്പോയി. അതെ, ഈ സമയം വരെ എത്രമാത്രം ടെൻഷനായിരുന്നോ? ആ ബ്ലഡ് ഗ്രൂപ്പ് അത്രയും റെയറായതാ ഇത്രയും ടെൻഷനായത്. ഒരു സാവകാശമൊക്കെ കിട്ടിയാലല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ. ഇത്രയും റെയറായ ഗ്രൂപ്പൊക്കെ സാധാരണ ബ്ലഡ് ബാങ്കിൽ സ്റ്റോക്ക് ഉണ്ടാവുന്നതാ. പക്ഷേ നമ്മുടെ നിർഭാഗ്യത്തിന് അതും ഇല്ലാതായിപ്പോയി. ശരിയാ. എന്തായാലും കിരണിനെ ആക്രമിച്ച ഒരുത്തിനെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. എല്ലാത്തിനും നമുക്ക് പൊക്കണം. ജെഡിയും കിരണും ഒന്ന് തിരിച്ചു വരട്ടെ. എന്നിട്ട് നമുക്ക് ആദ്യം ഇതിന്റെ കണക്ക് തീർക്കാം. അത് കഴിഞ്ഞു മതി ബാക്കി പണി. ചേച്ചി എന്തിനാ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. ഞാനും അത് ഓർത്തു. ആ കിരണിന് ബ്ലഡ് കൊടുത്തതിൽ ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യം എന്താ? അതെ, പൂർണ്ണിമയ്ക്കൊഴികെ ആർക്കും ആ കിരണും ദുർഗയും ഇവിടെ നിൽക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. എന്ന് കരുതി ബ്ലഡ് കൊടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാകുമ്പോ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? ശരിയാണ്. നാട്ടുകാരറിഞ്ഞ എന്തു പറയും? നമ്മൾ മനഃപൂർവ്വം കൊല്ലാൻ നോക്കിയതുപോലെ ആവില്ലേ? ശരിയാ. എന്റെ സംശയം ഞാൻ പറയട്ടെ. നീ പറ. നമ്മൾ അറിയാത്ത എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഞാൻ ചേച്ചിയോട് പല രീതിയിൽ ചോദിച്ചിട്ടും ചേച്ചി ഒന്നും വിട്ടു പറയുന്നില്ല. നീ ചേച്ചിയെ ശരിക്കൊന്ന് നിരീക്ഷിക്കും. അവസരം കിട്ടുന്ന സമയത്ത് നീ നമുക്ക് വേണ്ടുന്ന രീതിയിൽ ഒന്ന് പ്രകോപിപ്പിച്ചു നോക്കിയാ മതി. അതെങ്ങനെയാ? എനിക്ക് മനസ്സിലായില്ല. എടി, നേരിട്ട് ചോദിച്ചാ ചേച്ചി പറയത്തില്ലെന്നല്ലേ നീ പറഞ്ഞ? അതെ. അപ്പം വളഞ്ഞ വഴി ഉപയോഗിക്കണം. അതെങ്ങനെയാണെന്നാ ഞാൻ ചോദിച്ചത്. എന്താ? എടി, ഒന്നുമില്ല. നീ ഒന്നും ചോദിക്കും വേണ്ട, പറയും വേണ്ട. ഞാൻ പോയി മഹിയേട്ടനോട് ചോദിച്ചോളാം. അത് നല്ലതാ. മഹിയേട്ടനാവുമ്പോ എനിക്കൊന്നും അറിയില്ലെന്നുള്ള ഒറ്റ വാക്കില് പരിപാടി നിർത്തും. ഞാനൊരു ഐഡിയ പറയട്ടെ. നീ എന്തെങ്കിലും ഒന്ന് പറ നീരജ്. ഞാൻ ചേച്ചിയോട് മഹിയേട്ടന്റെ കുറ്റം പറഞ്ഞ് സംസാരിക്കാം. വെറുതെ വഴക്കിട്ട് ചേച്ചിയെ വിഷമിപ്പിക്കുന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കാം. അപ്പോ ചിലപ്പോ ചേച്ചി സത്യം പറഞ്ഞാലോ? എടി, ഇത് തന്നെയല്ലേ ഞാൻ ഇത്രയും നേരം നിന്റെ അടുത്ത് വേറൊരു രീതി ചോദിക്കണം, വളഞ്ഞു ചോദിക്കണം എന്നൊക്കെ പറഞ്ഞത്. അത് മനുഷ്യന് മനസ്സിലാവുന്ന പോലെ ഇങ്ങനെ നേരെ പറയണം. അല്ലാതെ കടങ്കഥ പറഞ്ഞിട്ട് കാര്യമില്ല. ആയിക്കോട്ടെ. എടി, നിന്നെ കൊണ്ടാവുന്ന പോലെയല്ല നീ ശ്രമിക്കും, എന്നെ കൊണ്ടാവുന്ന പോലെയല്ല ഞാൻ ശ്രമിക്കാം.